വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ബെയറിഷ് ട്രെൻഡ് ആയിരുന്നു. ബെയറിഷ് ട്രെൻഡ് ആണെങ്കിലും ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ കാണും മുകളിൽ നിന്നും താഴോട്ട് നിന്നും പ്രഷർ വന്നിട്ടുണ്ട്, ഒരുപോലെ പ്രഷർ വന്നിട്ടുണ്ട്. സോ ഇന്ന് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് മാർക്കറ്റ്. കാരണം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലും അതുപോലെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. എന്നിരുന്നാലും മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇറങ്ങി വരാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതും അതിന്റെ താഴേക്കൊക്കെ വരാം, ഇവിടെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ നല്ല മാർക്കറ്റ് നല്ല രീതിയിൽ റിജക്ഷൻ തന്നാണ്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും വരാനുള്ള സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. വൺ അവറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ആണ് കാണുന്നത് 66.600 ആൻഡ് 65.780. അതിന്റെ താഴെയുള്ള റെസിസ്റ്റൻസിന്റെ 64.877, അതുപോലെ 64.006. അതിന് താഴെയുള്ള ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ 63.491, അതുപോലെ 62.997. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ടിന്റെ 61.989, അതുപോലെ 61.475. ഈ റെസിസ്റ്റൻസും ഈ ഒരു സപ്പോർട്ടും നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ടാണ്. മാർക്കറ്റ് അവിടേക്ക് തന്നെ വന്നിട്ടുണ്ട്, സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു FEGയുടെ പ്രൈസ് റേഞ്ച് 61.222, അതുപോലെ 60.540. അതിന്റെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് 60.403, അതുപോലെ 59.952. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിലുള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നിന്നിരുന്നാലും എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലെവലാണ്. നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു FEGയും കൂടി ഉണ്ട്, രണ്ടും കൂടി ചേർത്തിട്ടാണ് വരയ്ക്കുന്നത്. അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളറും ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിൽ മൈനർ ഒരു റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്. ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം, അവിടെയും വരച്ചിടുന്നുണ്ട്. ഇത്രയാണ് 50 മിനിറ്റ്സിൽ വരയ്ക്കുന്നത്. ഇനി താഴോട്ടേക്ക് വീണ്ടും വരുമ്പോൾ ഇവിടെ FEG ഉണ്ട് നേരത്തെ വരച്ച പോലെ തന്നെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഒക്കെ നേരത്തെ വരച്ച അതിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു എൻട്രി സാധ്യത എന്ന് പറയുമ്പോൾ 50 മിനിറ്റ്സിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുന്ന ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലോട്ടും താഴോട്ടും അടുപ്പിച്ച് നല്ല ഏരിയാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ്. കൺഫർമേഷൻ കിട്ടിയാൽ പോലും കാര്യമായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് സഞ്ചരിക്കണം എന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊരു സെൽ എൻട്രി ആദ്യം നോക്കാം. സെൽ എൻട്രി നോക്കണമെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്യണം. ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് FEGയിലായിരിക്കും മാർക്കറ്റ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ FEGയിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും FEGയിൽ നിന്ന് ഒരിക്കൽ കൂടി താഴോട്ടേക്ക് ഇറങ്ങാം. ഇവിടെയും നോക്കിയാൽ കാണാം ഒരു FEG ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലെവലിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് കൺഫർമേഷൻ തരികയാണെങ്കിൽ, കൺഫർമേഷൻ എന്ന് എടുത്തു പറയുന്നത് അവിടെ കൺഫർമേഷൻ എടുക്കാൻ തന്നെയാണ്, അല്ലാതെ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാനല്ല. അങ്ങനെ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ലെവലിലേക്ക് എത്താം. ഈ ഒരു ആക്ഷൻ ഒരുപക്ഷെ FEGയിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ FEGയിൽ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടൊന്ന് മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ട് ചിലപ്പോൾ ഇവിടേക്ക് വരാം. ഇവിടേക്ക് എത്തണമെന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ പാറ്റേൺ തന്നെ വരാം. എന്തായാലും അത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ബൈ ആണെങ്കിലും സെല്ല് ആണെങ്കിലും നോക്കുക. ഇനി അടുത്തൊരു ബൈ എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞ് മാർക്കറ്റ് ഇങ്ങനെ നിന്നതിന് ശേഷം വീണ്ടും ഒരു നല്ലൊരു മൂവ്മെന്റ് തരുവാണ് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക്, അതായത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ മുകളിലേക്ക് ഒരു നല്ല മൂവ്മെന്റ് തന്നിട്ട് ഒരു റീടെസ്റ്റ് വരിക, ഒന്നല്ലെങ്കിൽ സപ്പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും പാറ്റേണിലേക്ക് റീടെസ്റ്റ് വന്നിട്ട് ഒരു കൺഫർമേഷൻ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു
ബൈ എൻട്രി ഉള്ളൂ. അതിന് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയും സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയാണ്, തേർഡ് ടാർഗറ്റ് ഈ ലെവൽ വരെയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇനിയും സാധ്യത ഉണ്ട് ബൈ എൻട്രിക്ക്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതെല്ലാം ലൈവ് മാർക്കറ്റിൽ നോക്കി കണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓരോ ഏരിയയിലും വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.